അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയായ അബ്ബാസിയ ഖിലാഫത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹാറൂൺ റഷീദിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹാറൂൺ റഷീദിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് റഹ്മത്തുള്ളാഹി അലൈഹി എന്നുകൂടി ഹാറൂൺ റഷീദിന്റെ പേരിനപ്പുറം കൂട്ടാറുണ്ട്. അത്രത്തോളം അള്ളാഹുവിനെ അടുത്ത് ജീവിക്കുകയും വലിയ ആബിദും മുത്തഖിയുമായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ഉലമാക്കൾ ചേർത്ത് പറയുന്നത്. പിതാവ് അൽ മഹ്ദിയുടെയും മാതാവ് കൈസൂറാന്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇറാനിലെ ടെഹ്റാനിലാണ് അദ്ദേഹം ഇന്നത്തെ ഇറാനിലെ ടെഹ്റാനിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വലിയ ചെറുപ്പത്തിൽ തന്നെ വലിയ പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഖുർആന്, ഭൂമിശാസ്ത്രം, മറ്റുള്ള ശാസ്ത്രവിദ്യകളും ആയുധ പരിശീലനം കഴിഞ്ഞാണ് ചെറുപ്പത്തിൽ തന്നെ ഹാറൂൺ റഷീദിന്റെ വളർച്ച എന്ന് പറയുന്നത്. അബ്ബാസിയ ഖിലാഫത്തിന്റെ 5ാമത്തെ ഖലീഫയാണ് ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി. ബഗ്ദാദ് നഗരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രധാനമായിട്ടും അവിടുത്തെ സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിൽ അവിടുത്തെ നഗരങ്ങളെ വലിയ നിലയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഭരണത്തിലേറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരമ്പരാഗതമായി അവിടെ യുദ്ധം നടത്തിയിരുന്നുള്ള എതിരാളികളുമായിട്ട് പട നയിക്കാൻ നേതൃത്വം നൽകി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇസ്ലാമിക വാസ്തുകല, വാനശാസ്ത്ര, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയും അദ്ദേഹത്തിന്റെ നാട്ടിലെ വൈജ്ഞാനിക സാംസ്കാരിക മേഖല വളർത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അന്യഭാഷയിലുള്ള മഹത് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. മുൻകാല ഭരണാധികാരിയായിരുന്ന മൻസൂറിന്റെ പിൻഗാമിയായി അദ്ദേഹം ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, അദ്ദേഹം മക്കയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കൂട്ടിയത് ഫദ്ൽ ഇബ്നു റബീഹിനെ കൂട്ടി അദ്ദേഹം മക്കയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ മക്കയിലേക്ക് യാത്ര പോകുമ്പോൾ അദ്ദേഹം വളരെ പ്രധാനമായിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് അവിടെ എത്തിയാൽ എനിക്ക് അറിവ് നുകരാൻ വേണ്ടി, എൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി എനിക്ക് പല ആളുകളെയും കാണിച്ചു തരേണ്ടതുണ്ട്. അങ്ങനെ ഫദ്ൽ ഇബ്നു റബീഹ് സമ്മതം മൂളിയിട്ട് അവിടെ നിന്ന് ആദ്യമായി കാണിക്കുന്നത് വലിയ ആലിമും ഫഖീഹും മുഹദ്ദിസും ഒക്കെ ആയിരുന്ന സുഫിയാൻ ബിൻ ഉയൈനയാണ് കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചപ്പോൾ അദ്ദേഹം അവരുടെ വീട്ടിൽ പോവുകയാണ്. അവരുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അദ്ദേഹം രാജാവിനെ കണ്ടപ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി അദ്ദേഹം ഒരുപാട് സമയം സംസാരിച്ചതിന് ശേഷം, മറുപടിയുമൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, വല്ല കടബാധ്യതകളും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോ ഫദ്ൽ ഇബ്നു റബീഹിനെ വിളിച്ച് പറയുന്നു, അവർക്കുള്ള കടങ്ങളൊക്കെ വീട്ടു എന്ന് പറഞ്ഞ് അവർ കയ്യിലുള്ള ക്യാഷൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും പറയുകയാണ്, എനിക്ക് ഇതിൽ നിന്നും തൃപ്തിപ്പെട്ടിട്ടില്ല, ഒന്നും തൃപ്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും
മറ്റുള്ള ആളുകളെ സമീപിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ മറ്റുള്ള ആളുകളെ സമീപിക്കാൻ പോകുമ്പോൾ അടുത്ത ആള് അബ്ദുർ റസാഖ് ബിൻ ഹുമാമിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെയും പോയപ്പോൾ അതേ മറുപടിയാണ്, എന്തിനാണ് അങ്ങ് ഇങ്ങോട്ട് വന്നത്, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് അദ്ദേഹം പുറത്തു വരികയാണ്. എന്നിട്ടും പറയുകയാണ്, എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യവും ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ വീണ്ടും വേറൊരാളുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഫദ്ൽ ബിൻ റബീഹിനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഫദ്ൽ ബിൻ റബീഹ് ഫദ്ൽ ബിൻ ഇയാദ് തങ്ങളെ കാണിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടമിൽ അദ്ദേഹം ഖുർആൻ ഓതുകയാണ്. ആദ്യം വാതിൽ മുട്ടിയപ്പോൾ തുറന്നില്ല, രണ്ടാമത് മുട്ടിയപ്പോൾ വീണ്ടും തുറന്നില്ല, മൂന്നാമത് മുട്ടിയപ്പോൾ അദ്ദേഹം വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് വാതിൽ മുട്ടുന്നത്, ഞാനിപ്പോൾ ഖുർആൻ ഓതുന്ന സമയമാണെന്ന് പറയുന്നു. അങ്ങനെ മറ്റുള്ള രണ്ട് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഇദ്ദേഹം എടുത്തിട്ടുള്ളത്. ആദ്യം രണ്ടാൾ പറഞ്ഞത്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന്. പക്ഷേ ഇദ്ദേഹം പറയുന്നത്, എനിക്കിപ്പോൾ ഓതുന്ന സമയമാണ്, മറ്റുള്ള സമയമല്ല എന്ന്. എന്നിട്ട് അദ്ദേഹം വീണ്ടും അവരോട് സംസാരിച്ച് വീട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ വീട്ടിനുള്ളിലെ ഓരോ മെഴുകുതിരിയും കണത്തിക്കൊണ്ടാണ് അദ്ദേഹം ഉള്ളിലേക്ക് പോകുന്നത്. എന്നിട്ട് ഇരുട്ട് മൂടിയ സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുകയാണ്. അവസാനം ഹാറൂൺ റഷീദ് അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് കയ്യിൽ സ്പർശിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാം കേട്ടതിന് ശേഷം പറയുകയാണ്, ചില ഉപദേശങ്ങൾ എനിക്ക് വേണം. അങ്ങനെ ഉപദേശങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പ് വന്നു പോയിട്ടുള്ള ഭരണാധികാരികളെ, നീതിമാന്മാരായ ഭരണാധികാരികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാം ഉമറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ അവരൊന്നും ഒരു അനുഗ്രഹമായിട്ടല്ല ഇതിനെ കണ്ടത്. ഈ ഭരണകാലത്തെ അനുഗ്രഹമായിട്ടല്ല കണ്ടത്, മറിച്ച് പരീക്ഷണമായിട്ടാണ് കണ്ടത്. അള്ളാഹുവിൻ്റെ പരീക്ഷണം വരാനിരിക്കുന്നു. അത്ര ആരുമില്ലാത്തൊരു അന്ത്യനാളിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഉപദേശം കൊടുക്കുമ്പോൾ വലിയൊരു ബേജാറായി അദ്ദേഹം വിഷമിച്ച് അദ്ദേഹം തളർന്നു വീഴുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ശേഷമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നയിക്കുകയാണ്. അള്ളാഹുവിന് അടങ്ങാത്ത വലിയ ആത്മാർത്ഥമായ ജീവിതം അദ്ദേഹം നയിക്കുകയാണ്. ഭരണകാലത്ത് അദ്ദേഹം പല നാടുകളിലേക്കും ചെന്ന് ഓരോ നാടുകളിലും ചെന്ന് അടിസ്ഥാന വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്നിട്ട് ഓരോ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. ഇങ്ങനെ 23 വർഷക്കാലം അദ്ദേഹം ഇവിടെ ഖലീഫയായി ജോലി ചെയ്തു. 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.